Okay, listen here. A nature quiz. Write the following in the correct boxes. ഇതിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ഫുഡ് ഫ്രം പ്ലാന്റ്സ് എഴുതി. ഓരോ കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് എന്ന് ഇതിന് മുമ്പേ ഉള്ള പോർഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. So just like that, categorize these items. Animals ഉണ്ട് അല്ലേ? Sorry, birds ഉണ്ട്, insects, reptiles and mammals. ഇത്രയും വിഭാഗത്തിൽ പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, ഈ ബോക്സിൽ തന്നിട്ടുണ്ട് അല്ലേ? ഇതിനെ അപ്പോൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ഏതൊക്കെയാണ് ഇതിൽ ബേർഡ്സ്, ഏതൊക്കെയാണ് ഇൻസെക്ട്സ്, ഏതൊക്കെയാണ് റെപ്റ്റൈൽസ്, ഏതൊക്കെയാണ് മാമൽസ് എന്നുള്ളത് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് ഓരോരോ ബോക്സിലാക്കിയിട്ട് എഴുതണം. അപ്പോൾ നോക്കാം നമുക്കല്ലേ എന്തൊക്കെയാണ് അവിടെ ബോക്സിൽ തന്നിട്ടുള്ള പേരുകൾ എന്ന് നോക്കാം. ആരോൺ ആ പേരുകളൊക്കെ ഒന്ന് വായിച്ചേ. ആരോൺ butterfly, moth, emu, cat, fruit bat, lizard, monkey, komodo, dragon, cuckoo, dung beetle, hornbill, chameleon, lion, grasshopper, python, praying mantis, arctic tern, cow, gharial, dragonfly, green dragon. Okay, Aaron, listen here. കുറേ പേരുകൾ ഉണ്ട് അല്ലേ? ഇതിൽ ഏതൊക്കെയുണ്ട്? ബേർഡ്സ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, മാമൽസ് ഉണ്ട്. ബട്ടർഫ്ലൈ, മോത്ത്, എമു, ക്യാറ്റ്, ഫ്രൂട്ട് ബാറ്റ്, ലിസാർഡ്, മങ്കി, കൊമോഡോ ഡ്രാഗൺ, കുക്കു, ഡങ് ബീറ്റിൽ, ഹോൺബിൽ, chameleon, lion, grasshopper, python, praying mantis, arctic tern, cow, gharial, dragonfly, peregrine falcon. ഇത്രയും പേരുകൾ ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ബേർഡ്സ്, ഏതൊക്കെയാണ് ഇൻസെക്ട്സ്, which are the reptiles and which are the mammals? We will find out and categorize these items. And listen here, birds. അവിടെ എല്ലാത്തിന്റെയും കോളത്തിൽ ഓരോരോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ബേർഡ്സ് എന്നുള്ളതിൽ പെരഗ്രെയിൻ ഫാൽക്കൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് എ ബേർഡ്. ആൻഡ് ഇൻസെക്ട്സ്, പ്രേയിങ് മാന്റിസ്. പ്രേയിങ് മാന്റിസ്. എന്താണ് പ്രേയിങ് മാന്റിസ് അറിയാമോ? അതായത് ചെറിയൊരു ഇൻസെക്റ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിന് നമ്മളിങ്ങനെ തൊഴുകയ്യൻ പ്രാണി എന്നൊക്കെ പറയും. അതായത് അതിന്റെ കൈ ഇങ്ങനെ എപ്പോഴും തൊഴുത് നിൽക്കുന്ന പോലെ ആയിരിക്കും. ചെറിയൊരു ഇൻസെക്റ്റ് ആണത്. ഈ പുല്ലിലും ഒക്കെ ചാടി ചാടി നടക്കുന്ന കാണാം. പുൽച്ചാടിയൊക്കെ പോലെ വേറൊരു ഐറ്റം ആണത്. പ്രേയിങ് മാന്റിസ്. ആൻഡ് റെപ്റ്റൈൽസ്, കൊമോഡോ ഡ്രാഗൺ ഇസ് എ റെപ്റ്റൈൽ. ആൻഡ് മാമൽസ്, ഫ്രൂട്ട് ബാറ്റ് ഇറ്റ്സ് എ മാമൽ. സോ ഇത്രയും 4 കോളത്തിലും ഓരോരോ എക്സാമ്പിൾസ് അവർ തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി നമ്മൾ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. ബേർഡ്സിന്റെ കാറ്റഗറിയിൽ ഏതൊക്കെയാണ് വരിക എന്നുള്ളത്. ഏതൊക്കെയാണ് മോളെ കൃപ? ബേർഡ്സ് ഏതൊക്കെയാണ്? Which are the birds from these category? Emu, cuckoo, hornbill, arctic tern. Emu, cuckoo, പിന്നെ ഏതാണ്? ആർട്ടിക് ടേൺ, പിന്നെ ഏതാ പറഞ്ഞേ?
Hornbill. ഹോൺബിൽ. ഓക്കെ, ഇത് നാലുമാണ് എന്ത് ബേർഡ്സ് അല്ലേ? എമു, കുക്കു, ആർക്കിറ്റേൺ, പിന്നെ ഹോൺബിൽ. ദീസ് ആർ ദ ഫോർ ആർ ബേർഡ്സ് ആൻഡ് അത് നാലുമാണ് ബേർഡ്സ് എന്നുള്ളതിൽ എഴുതേണ്ടത്. എഴുതാത്തവർ ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് എഴുതുക, തെറ്റിപ്പോയവരും കറക്റ്റ് ചെയ്യുക. എമു, കുക്കു, ആർക്കിറ്റേൺ, ഹോൺബിൽ. ദീസ് ആർ ദ ബേർഡ്സ് ഫ്രം ദീസ് കാറ്റഗറി. ഇതൊക്കെ ബേർഡ്സിന്റെ പേരുകളാണ് അല്ലേ? എമു, കുക്കു, ആർക്കിറ്റേൺ, ഹോൺബിൽ, ബേർഡ്സ്. എഴുതിയോ? ക്ലിയർ ചെയ്തല്ലോ എല്ലാരും? എമു, കുക്കു, ആർക്കിറ്റേൺ, ഹോൺബിൽ. These are birds. Emu, cuckoo, arctern, hornbill. Then next, insects. Which are the insects from these category? ഏതൊക്കെയാണ് insects ഉള്ളത് എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതേണ്ടത് അല്ലേ? എന്താണ് insects? എന്താണ് insects എന്ന് വെച്ചാൽ? എന്താണ് എന്താണ് സൂര്യദേവേ ഇൻസെക്ട്? ഇൻസെക്റ്റുകൾ എന്താണ്? പാറ്റകൾ. പാറ്റകളും ഒരു ഇൻസെക്റ്റ് ആണ്. എന്നാൽ ഇൻസെക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ പ്രാണികളാണ് അല്ലേ? ചെറു സ്മോൾ അനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻസെക്റ്റുകൾ എന്ന് പറയാറ്. ഇൻസെക്റ്റുകൾക്ക് എന്താണ് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്? അവർക്ക് 6 കാലുകൾ ഉണ്ടാവും അല്ലേ? അവരെ ഷഡ്പദങ്ങൾ എന്ന് കൂടി നമ്മൾ പറയും. ഇൻസെക്റ്റുകൾ ഷഡ്പദങ്ങൾ. അവർക്കൊക്കെ 6 കാലുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവരെ ഷഡ്പദങ്ങൾ എന്ന് പറയാ. ഷഡ്പദങ്ങൾ, 6 കാലുള്ള ജീവികൾ അല്ലേ? സോ ഇതിൽ ഏതൊക്കെയാണ് ഇൻസെക്ട്സ് ഉള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടത് അല്ലേ? ഏതൊക്കെയാണ് ഉള്ളത്? ഓക്കെ ഷെഫി, ഏതൊക്കെയാണ് മോളെ? Lizard, butterfly moth, grasshopper, dragonfly. ബട്ടർഫ്ലൈ മോത്ത്, ഗ്രാസ് ഹോപ്പർ, ഡ്രാഗൺ ഫ്ലൈ, പിന്നെ ഏതാ പറഞ്ഞേ? മോളെ? Lizard. ലിസാർഡ്. ഇതാണോ എല്ലാരും എഴുതിയിട്ടുള്ളത്? ആണോ? നോ, ഷെഫി പറഞ്ഞതിൽ എന്താണ് ഒന്ന് മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? ബട്ടർഫ്ലൈ മോത്ത്, ഗ്രാസ് ഹോപ്പർ, ഡ്രാഗൺ ഫ്ലൈ. ഇതെന്താണ്? ബട്ടർഫ്ലൈ മോത്ത് എന്താണ്? നമ്മുടെ പൂമ്പാറ്റ ആവുന്നതിന് മുമ്പുള്ള അതിന്റെ ആ ചെറിയ പുഴു അല്ലേ? ചെറിയ അതിന്റെ ആ ഇൻസെക്ട്, അതിനെ ബട്ടർഫ്ലൈ മോത്ത് എന്ന് പറയുന്നു. ഗ്രാസ് ഹോപ്പർ നമ്മളെ പുൽച്ചാടി. ദെൻ ഡ്രാഗൺ ഫ്ലൈ എന്താണ്? തുമ്പി അല്ലേ? നമ്മുടെ തുമ്പി. ഇതിനെ മൂന്നിനെയും എന്ത് ചെയ്യാം? ഇൻസെക്ട് ആണ് എന്ന് പറയാം. ബട്ട് ലിസാർഡ് ഈസ് നോട്ട് ആൻ ഇൻസെക്ട്. ആൻഡ് ലിസാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസെക്ട് അല്ല. പകരം വരുന്നത് ഏതാണ്? ഡങ് ബീറ്റിൽ. ഡങ് ബീറ്റിൽ ആണ് എന്താ? അതൊരു തരം വണ്ടാണ് അല്ലേ? ഡങ് ബീറ്റിൽ ആണ്. ലിസാർഡ് മാറ്റിയിട്ട് അവിടെ ഡങ് ബീറ്റിൽ എഴുതണം കേട്ടോ മോളെ ഷെഫി. ലിസാർഡ് ഈസ് നോട്ട് എ ഇൻസെക്ട്. ലിസാർഡ് എന്ന് പറയുന്നത് ഒരു ഇൻസെക്ട് അല്ല. ഡങ് ബീറ്റിൽ ഇൻസെക്ട് ആണ്. ബട്ടർഫ്ലൈ മോത്ത്, ഗ്രാസ് ഹോപ്പർ, ഡ്രാഗൺ ഫ്ലൈ, ദീസ് ആർ ഇൻസെക്ട്സ്. ഏതൊക്കെയാണ് ഇൻസെക്ട്സ്? ബട്ടർഫ്ലൈ മോത്ത്, ഗ്രാസ് ഹോപ്പർ, ഡ്രാഗൺ ഫ്ലൈ ആൻഡ് ഡങ് ബീറ്റിൽ. ഡങ് ബീറ്റിൽ ഒരു ടൈപ്പ് ഓഫ് വണ്ടാണ് അല്ലേ? വണ്ടുകൾ ഉണ്ട് പലതരത്തിലുള്ള. അതിലൊരു വിഭാഗം വണ്ടുകളെയാണ് ഡങ് ബീറ്റിൽ എന്ന് പറയുന്നത്. സോ ബട്ടർഫ്ലൈ മോത്ത്, ഗ്രാസ് ഹോപ്പർ, ഡ്രാഗൺ ഫ്ലൈ, ഡങ് ബീറ്റിൽ. എഴുതിയിട്ടുണ്ടോ സൂര്യദേവേ? ഓക്കെ, അപ്പൊ ബട്ടർഫ്ലൈ മോത്ത്, ഗ്രാസ് ഹോപ്പർ, ഡ്രാഗൺ ഫ്ലൈ, dung beetle. These are insects. And the next category is reptiles. Reptiles ആണ് ഇനി അടുത്ത category. എന്താണ് reptiles? Do you heard about reptiles? What are the reptiles?
റെപ്റ്റൈൽസ് എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയോ? എന്താണ് റെപ്റ്റൈൽസ് എന്നുള്ളത്? എന്താണ് കൃപ റെപ്റ്റൈൽസ്? നിലത്തോടെ ഇഴഞ്ഞു നടക്കുന്ന സാധനങ്ങള്. നിലത്തുകൂടെ എഴഞ്ഞു പോകുന്ന എന്താണ്? ആനിമൽസിനെ അല്ലേ? അതിനെയാണ് നമ്മൾ റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഉരഗങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. അവരെന്താ ചെയ്യാ? അവരുടെ വയറുഭാഗം കൊണ്ട് ഇങ്ങനെ നിലത്ത് കൂടെ എഴഞ്ഞിട്ടാ പോവുക അല്ലേ? മറ്റുള്ള ജീവികളെ പോലെ കാലുകൊണ്ട് നടന്നു പോകുന്നതല്ല, നിലത്ത് കൂടെ ഇങ്ങനെ വയറുപയോഗിച്ചിട്ട് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞു പോകുന്ന ജീവികളെയാണ് നമ്മൾ റെപ്റ്റൈൽസ് എന്ന് പറയുക. അപ്പൊ ഇതില് ഏതൊക്കെ റെപ്റ്റൈൽസിന്റെ പേരുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത്. അപ്പൊ റെപ്റ്റൈല് കൊമോഡോ ഡ്രാഗൺ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ കൊമോഡോ ഡ്രാഗൺ ഈസ് എ റെപ്റ്റൈൽ. ദെൻ ഏതാണ് ബാക്കിയുള്ള റെപ്റ്റൈൽസ്? ഏതാണ് മോള് ദേവാഞ്ജന? കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, വായിച്ചു മോളെ. ഒന്ന് മാത്രം കിട്ടിയിട്ടില്ല ഇതില്. ആയിക്കോട്ടെ, ബാക്കിയുള്ളത് വായിച്ചേ. ഏതൊക്കെയാ കിട്ടിയത്? ലിസാർഡ്, ചാംലിയൻ, ഗാരിയൽ, ദെൻ ഒന്നുകൂടി ഉണ്ട് അല്ലേ? അപ്പൊ 4 റെപ്റ്റൈൽസ് ആണ് വരുന്നത്. ലിസാർഡ് ഇസ് എ റെപ്റ്റൈൽ. കേട്ടോ മോളെ ഷെഫി? ലിസാർഡ് എന്താണ്? റെപ്റ്റൈൽ ആണ് കേട്ടോ. സോ ലിസാർഡ് ഇസ് എ റെപ്റ്റൈൽ ആൻഡ് ചാംലിയൻ നമുക്കറിയാം അല്ലേ? ഓന്തൊക്കെ എന്താണ്? നിലത്ത് കൂടെ എഴഞ്ഞാണ് പോകുന്നത്. കൊമോഡോ ഡ്രാഗണും അതുപോലെ എന്താണ്? ഈ ഡ്രാഗൺ വിഭാഗത്തിൽ വരുന്നതാണ് കൊമോഡോ ഡ്രാഗൺ. സോ കൊമോഡോ ഡ്രാഗൺ, ലിസാർഡ്, ചാംലിയൻ, ഗാരിയൽ and the next reptile is എന്താ മോളെ? ഏതാണ്? പൈത്തൺ. പൈത്തൺ. ഇതാണ് reptiles അല്ലേ? പൈത്തൺ, ലിസാർഡ്, ചാംലിയൻ, ഗാരിയൽ. These four are reptiles. ഇത് 4 ആണ് എന്ത്? റെപ്റ്റൈൽസ്. ലിസാർഡ്, ആരോൺ എഴുതിയിട്ടില്ലേ? ലിസാർഡ്, ചാംലിയൻ, ഗാരിയൽ ആൻഡ് പൈത്തൺ. ഇത് 4ഉം എന്താണ്? റെപ്റ്റൈൽ ആണ്. അവരുടെ വയറുഭാഗം വെച്ചിട്ട് നിലത്തു കൂടെ എഴഞ്ഞു പോകുന്ന വിഭാഗങ്ങളാണ് ഇതൊക്കെ അല്ലേ? ലിസാർഡ്, ചാംലിയൻ, ഗാരിയൽ ആൻഡ് പൈത്തൺ. These are reptiles. And the next is mammals. Mammals. Do you heard about mammals? എന്താണ് mammals? Mammals എന്ന് വെച്ചാൽ എന്താണ്? Mammals നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ mammals എന്ന് പറയുന്നത്? അറിയോ മോളെ ദേവാഞ്ജന? എന്താണ്? ജീവികൾ. എങ്ങനെയാണ്? സാധാരണ ജീവികൾ. സാധാരണ ജീവികൾ അല്ലേ? അപ്പൊ ഈ mammals എന്ന് പറയണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണ്ടേ? നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തല്ലോ. ചിലത് ബേർഡ്സ് ആണ്, ചിലത് ഇൻസെക്ട്സ് ആണ്. എന്തുകൊണ്ടാണ് അവർ നമ്മൾ ഇൻസെക്ട്സ് എന്ന് പറയുന്നത്? അവർക്ക് 6 കാലുകളുണ്ട്, അവർ ചെറിയ ചെറിയ പ്രാണികളാണ്. ഇവരെയാണ് നമ്മൾ ഇൻസെക്ട് എന്ന് പറയാ. റെപ്റ്റൈൽസ് അവരവരുടെ വയറുഭാഗം വെച്ചിട്ട് നിലത്തു കൂടെ എഴഞ്ഞു പോകുന്ന ആളുകളാണ് റെപ്റ്റൈൽസ്. അതുപോലെ മാമൽസ് എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദി സ്പെഷ്യാലിറ്റീസ് ഓഫ് മാമൽസ്? എന്താണ് മോളെ? കേൾക്കുന്നില്ലേ? ഓക്കെ, ദേവപ്രിയ. ഓക്കെ, ആൻഡ്രോസ് എന്തോ പറഞ്ഞു, മിസ്സിന് കേൾക്കാൻ പറ്റിയില്ല മോളെ. ദേവപ്രിയ പറഞ്ഞേ, എന്താണ് മാമൽസ്? അറിയത്തില്ല മിസ്സേ. അറിയില്ല. എന്താണ് മാമൽസ് എന്ന് അറിയില്ല. ആനെന്താ പറഞ്ഞേ? ആനെന്താ പറഞ്ഞ മോളെ? അൺമ്യൂട്ട് ചെയ്തൊന്നുകൂടെ പറഞ്ഞേ. എന്താണ് മോളെ? ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാനേ പറ്റുന്നില്ല, റേഞ്ചിന്റെ പ്രോബ്ലം ആണ്. മാമൽസ് എന്ന് നിങ്ങൾ കേട്ടില്ലേ? മാമൽസ് എന്ന് വെച്ചാല് അതായത് എന്താണ്? ആരോണിന് അറിയോ എന്താണെന്ന്?
എന്താണ്? ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേ. പ്രസവിച്ച കുഞ്ഞുങ്ങളെ പാല് കൊടുത്ത് വളർത്തുന്ന ജീവികൾ. ആ, ഗുഡ്. അതാണ് എന്താണ്? പ്രസവിച്ച് കുട്ടികളെ പാല് കൊടുത്ത് വളർത്തുന്ന ജീവികളെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയാ. അതായത് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ പാല് കൊടുത്തിട്ട് അവര് വളർത്തും അല്ലേ? അതായത് പിന്നെ ചില ജീവികളൊക്കെ എന്താണ്, പക്ഷി ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ മുട്ടയിടുകയാണ് ചെയ്യാറ് അല്ലേ? മുട്ടയിട്ടിട്ട് അത് വിരിഞ്ഞു കഴിയുമ്പോഴാണ് കുട്ടികൾ ഉണ്ടാവുക. പക്ഷെ മാമൽസ് ഒക്കെ എന്താ ചെയ്യുക? അവര് പ്രസവിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ പാല് കൊടുത്തല്ലേ? നമ്മുടെ കാറ്റ്, ഇതൊക്കെ എന്താണ്? മാമൽസ് ആണ് അല്ലേ? അങ്ങനെ കുറേ മാമൽസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് മാമൽസ് എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ് മാമൽസ് അതിലുള്ളത്? ദേവപ്രിയ, ഏതൊക്കെയാണ് മോളെ മാമൽസ്? അൺമ്യൂട്ട് ചെയ്തേ. ലയൺ, കൗ, ക്യാറ്റ്, മങ്കി. ഓക്കെ, ഫ്രൂട്ട് ബാറ്റ് ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഉള്ളത് ക്യാറ്റ്, ലയൺ, മങ്കി, കൗ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ? 4 നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. എന്താണ്? ഒന്ന് കൗ ആണ്, പശു. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വളർത്താറുണ്ട് അതിനെ. അതെന്ത് ചെയ്യാണ് ചെയ്യാറ്? പ്രസവിക്കും, അതിന്റെ കുഞ്ഞിനെ പാല് കൊടുത്ത് അത് വളർത്തും അല്ലേ? കൗ. പിന്നെ ക്യാറ്റ് അതുപോലെയാണ്, പൂച്ച കുഞ്ഞുങ്ങളെ പ്രസവിക്കും, ദെൻ അതിന് പാല് കൊടുത്ത് വളർത്താറുണ്ട്. എന്താ മോളെ ഷെഫി? റെപ്റ്റൈൽസിനകത്ത് ഒരെണ്ണം കിട്ടില്ലായിരുന്നു. ഏതാണ് മോളെ? പൈത്തൺ ആണോ മോളെ എഴുതാത്തത്? പൈത്തൺ? നോ. പിന്നെ ഏതാണ്? ലിസാർഡ്, ചംലിയൻ, ഗാരിയൽ ആണോ? GHARIAL ആണോ? ഓക്കെ, ഗാരിയൽ എഴുതുക കേട്ടോ. GHARIAL, ഗാരിയൽ. ഓക്കെ, പിന്നെ മാമൽസ് ആണ് നമ്മൾ പറഞ്ഞത്. ക്യാറ്റ്, ലയൺ, മങ്കി, കൗ ആർ ദ മാമൽസ്. ആൻഡ് ക്യാറ്റ് പൂച്ച എന്ത് ചെയ്യാറുണ്ട്? പൂച്ച കുഞ്ഞുങ്ങളെ പ്രസവിക്കാറുണ്ട്, അവർക്ക് പാല് കൊടുത്ത് വളർത്താറുമുണ്ട് അല്ലേ? ക്യാറ്റ്. പിന്നെ മങ്കി, നമുക്ക് അറിയാം, കുരങ്ങന്മാർ അല്ലേ? മങ്കിയും അതിന്റെ കുട്ടികളെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതും നമ്മുടെ പൂച്ചയും പശുവും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ കുട്ടികളെ പ്രസവിക്കുകയും പാല് കൊടുത്തിട്ട് വളർത്തുകയും ചെയ്യുന്നു. ദെൻ ലയൺ, എന്താണ്? ലയണും അതുപോലെ തന്നെയാണ് അല്ലേ? കുട്ടികളെ പ്രസവിക്കുന്നു, പാല് കൊടുത്ത് വളർത്തുന്നു അല്ലേ? അപ്പോൾ ഇതിനെയാണ് മാമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേർഡ്സ്, ഇൻസെക്ട്സ്, റെപ്റ്റൈൽസ് ആൻഡ് മാമൽസ്, ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. ബേർഡ്സിൽ വരുന്നത് പെരഗ്രെയിൻ ഫാൽക്കൺ, എമു, cuckoo, arctic tern, hornbill. These are birds. And next are the category of insects are praying mantis, butterfly moth, grasshopper, dragonfly and dung beetle. These are insects. Insects means small animals. And reptiles എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, അവരുടെ നിലത്ത് കൂടെ എഴഞ്ഞ്, അവരുടെ വയറുഭാഗം ഉപയോഗിച്ച് നിലത്ത് കൂടെ എഴഞ്ഞു പോകുന്ന ജീവികളെയാണ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. കൊമോഡോ ഡ്രാഗൺ നമുക്കറിയാമല്ലേ? ഓന്തും ഇതൊക്കെ അങ്ങനെയാണ്, നിലത്ത് കൂടെയാണ് അല്ലേ? കാല് വെച്ച് നടക്കുകയാണോ ചെയ്യാറ്? നോ, അവരിങ്ങനെ പലതിൻ്റെയും മുകളിലൂടെ എഴഞ്ഞു പോവുകയാണ് ചെയ്യാറ്. സോ റെപ്റ്റൈൽസ് ആർ Komodo dragon, lizard, chameleon, gharian, python are reptiles. Next category is mammals. Fruit bat, അല്ലേ? Fruit bat, cat, lion, monkey, cow. These are mammals. Okay. Finish ആയല്ലോ? അതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? Okay, then നമുക്ക് next നോക്കാം. Monument and countries. We know that. എന്താണ് monument എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ആദ്യം മുതലേ അല്ലേ, ഫസ്റ്റ് സെം മുതലേ നമ്മൾ ഒരുപാട് monuments-ന്റെ പേരുകൾ പഠിക്കുന്നുണ്ട് അല്ലേ? Monuments കുറേ നമ്മൾ പല പോർഷൻസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് monuments എന്ന് വെച്ചാൽ. So, choose from the box and fill in the blanks. ഈ ബോക്സിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ഫിൽ ചെയ്യാണ് വേണ്ടത്. ഈ ബോക്സിൽ monument-ന്റെ പേരുമുണ്ട്,
കൺട്രിയുടെ പേരും ഉണ്ട് അല്ലേ? അപ്പൊ ഇതില് വിച്ച് മോണ്യൂമെന്റ് ഇസ് ഇൻ വിച്ച് കൺട്രി എന്നുള്ളതാണ് നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത്. ചൂസ് ഫ്രം ദ ബോക്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നോക്കാം അല്ലേ, ബോക്സിൽ എന്തൊക്കെയാ ഉള്ളത് എന്ന് നോക്കാം. എന്തൊക്കെയാണ് അൽന, ബോക്സിലുള്ള പേരുകളൊന്ന് വായിച്ചു മോളെ. ഗ്രേറ്റ് സ്പിനക്സ്, ഇംഗ്ലണ്ട്, മൗണ്ട് റഷ്മോർ, ഇറ്റലി, ഈഫൽ ടവർ, ഫ്രാൻസ്, ബക്നഗം പാലസ്, ഈജിപ്ത്, ലീനിങ് ടവർ, USA. ഇത്രയും പേരുകളാണ് അവിടെ ഉള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ഗ്രേറ്റ് സ്പിങ്സ്, ഇംഗ്ലണ്ട്, മൗണ്ട് റഷ്മോർ, ഇറ്റലി, ഈഫൽ ടവർ, ഫ്രാൻസ്, ബക്കിംഗ്ഹാം പാലസ്, ഈജിപ്ത്, ലീനിങ് ടവർ, USA. അപ്പൊ ഇതില് കൺട്രി നെയിം ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് കൺട്രി നെയിം? ഇംഗ്ലണ്ട് ഉണ്ട്, ഇറ്റലി, ഫ്രാൻസ്, ഈജിപ്ത്, USA. 5 കൺട്രി നെയിം ഉണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റ് സ്പിങ്സ്, മൗണ്ട് റഷ്മോർ, ഈഫൽ ടവർ, ബക്കിംഗ്ഹാം പാലസ്, ലീനിങ് ടവർ, 5 മോണ്യൂമെന്റ്സിന്റെ പേരുകളും ഉണ്ട്. ആൻഡ് ഇത് ഏത് മോണ്യൂമെന്റ് ഏത് കൺട്രിയിലാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ? ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട് അല്ലേ? മോണ്യൂമെന്റിനെ കുറിച്ച്, കൺട്രീനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ എവിടെയാണ് എന്താണ് ഈ മോണ്യൂമെന്റിന്റെ പേര് എന്നുള്ളത്. നോക്കാം നമുക്ക്. I am the dash. You will find me in Paris in dash. ഞാൻ എൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് ഡാഷ് ആണ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത് പാരീസിലാണ് അല്ലേ? പാരീസിലെ ഏതോ ഒരു പ്രോപ്പർ പ്ലേസിൽ. അപ്പൊ പാരീസിലുള്ള ഒരു സ്ഥലത്തുള്ള മോണ്യൂമെന്റ് ആണത്. പാരീസിലെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി പറ്റും. I was designed by Alexandre Gustave Eiffel when completed in 1889. I was the tallest monument in the world. ഇത്രയും ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഏതാണ് ആ മോണ്യൂമെന്റ് എന്നുള്ളത്. ആദ്യം പറഞ്ഞു എൻ്റെ പേര് ഇന്നതാണ്. ഞാൻ എവിടെയാണ്? പാരീസിലെ ഏതോ ഒരു പ്ലേസിൽ അല്ലേ? പാരീസിലെ ഒരു സിറ്റിയിലാണ് എന്നെ കാണാൻ വേണ്ടി പറ്റുക. എന്നെ ഡിസൈൻ ചെയ്തത് അല്ലെ, എന്നെ നിർമ്മിച്ചിട്ടുള്ളത് ആരാണ്? അലക്സാണ്ടർ ഗസ്റ്റാവ് ഈഫിൾ എന്ന് പറയുന്ന ഒരാളാണ് എന്നെ നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ കംപ്ലീറ്റഡ് ആയത് 1889 1889 എൻ്റെ പണി പൂർത്തിയായത്. I was the tallest monument in the world. ഈ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മോണ്യൂമെന്റ് ഞാനാണ് എന്നാ പറയുന്നത്. അപ്പൊ അത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആരാണ് മോനെ ക്രിസ്റ്റി? കിട്ടിയിട്ടുണ്ടോ അത്? Eiffel Tower. Eiffel Tower. And you will find me in Paris in which country, which state, which city? The proper city. Country Paris and France. France. Okay. I am the Eiffel Tower. You will find me in Paris in France. അല്ലേ? പാരീസിലെ ഫ്രാൻസിലാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി പറ്റുക. I was designed by Alexandre Gustave Eiffel. അതിൽ തന്നെ ഉണ്ടല്ലേ എന്താണ്? Eiffel Tower ആണ് എന്നുള്ളത്. So അലക്സാൻഡ്രെ ഗസ്റ്റാവ് ഈഫിൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ടവർ നിർമ്മിച്ചത് അല്ലേ? അദ്ദേഹം നിർമ്മിക്കുന്നതിന് മുമ്പേ അത് ഈഫിൾ ടവർ ആയിരുന്നോ? നോ. അദ്ദേഹം അത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, മുൻപൊക്കെ അങ്ങനെയാണ് അല്ലേ? അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തിന്റെ പുറത്ത് അതിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? ഈഫിൾ ടവർ എന്ന് പേര് കൊടുത്തു. സോ അത് ഡിസൈൻ ചെയ്തത് അലക്സാണ്ടർ ഗസ്റ്റാവ് ഈഫിൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. സോ അതുകൊണ്ടാണ് അതിന് ഈഫിൾ ടവർ എന്ന് നെയിം വന്നത്. I am the Eiffel Tower. You will find me in Paris in France. I was designed by Alexandre Gustave Eiffel. When completed in 1889, I was the tallest monument in the world. ഇത്രയുമാണ് പറയുന്നത് അല്ലേ? It's about Eiffel Tower in France. Okay. ഫ്രാൻസിലെ ഈഫിൾ ടവറിനെ കുറിച്ചാ പറയുന്നത്. Then next. Second one, I am the dash at Giza in Egypt
My body is that of a lion and my head of a human. എന്താണ്? I am the dash. അല്ലേ? ഞാൻ എന്താണ്? എൻ്റെ പേര് ഇതാണ്. And Giza in Egypt. ഈജിപ്തിലാണ്. My body is that of a lion. എൻ്റെ ശരീരം എന്താണ്? ഒരു ലയണിന്റെ പോലെയും ഹെഡ് എന്താണ്? ഒരു മനുഷ്യന്റെ പോലെയുമാണ് ഉള്ളത്. And who am I? ഞാൻ ആരാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആരാണ് ആൻ? എന്താണ് ആ മോണ്യുമെന്റ് പേര്? ആ, ഗ്രേറ്റ് സ്പിങ്സ് ഇൻ ഈജിപ്ത്. ഗ്രേറ്റ് സ്പിങ്സ് ഇൻ ഈജിപ്ത് അല്ലേ? അപ്പൊ മോണ്യുമെന്റ് ഗ്രേറ്റ് സ്പിങ്സ് ആണ് ആൻഡ് ഈജിപ്തിലാണ് ഉള്ളത്. I am the great sphinx at Giza in Egypt. ഈജിപ്തിലാണ് ഞാൻ അല്ലേ? Then my body is that of a lion and my head of a human. Okay. എൻ്റെ ബോഡി ഒരു ലയണിന്റെ പോലെയും ഹെഡ് ഒരു ഹ്യൂമന്റെ പോലെയുമാണ്. സോ അതിന്റെ പേര് എഴുതുക, ഗ്രേറ്റ് സ്പിങ്സ് ഈജിപ്ത്. എഴുതിയിട്ടുണ്ടോ? ദേവാഞ്ജന എഴുതിയിട്ടുണ്ടോ മോളെ? ഓക്കെ ഓക്കെ, എഴുതാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കുക. ദേവപ്രിയ, വീഡിയോ എന്താണ് മോളെ ഓഫ് ആക്കിയത്? Then third one, I am the dash of pizza. You can see me in dash. സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? എൻ്റെ പേര് ഇതാണ്, ഞാൻ പിസ്സയിലാണ്. And you can see me in which country? The country name. എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ എവിടെയാ ഉള്ളത്? ഞാൻ പിസ്സയിലാണ്. And you can see me in where? ഓക്കെ കൃപ പറഞ്ഞ മോളെ. Learning Tower in Italy. ആ, ലേണിംഗ് അല്ല, ദാറ്റ് ഇസ് ലീനിങ് ടവർ ഇൻ ഇറ്റലി. ലീനിങ് ടവർ ആണ് അല്ലേ? പിസ്സയിലെ ചെരിഞ്ഞ ഗോപുരം എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് എന്താണ്? കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ചെറുതായിട്ടൊന്ന് ചെരിയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇപ്പോ എന്താണ്, ഇപ്പോ റീസെന്റ് ആയിട്ട് പറയുന്നത് അത് ഓരോ വർഷവും ആ ബിൽഡിംഗ് ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ആക്ച്വലി നിലത്ത് വീഴോ തകർന്നു വീഴോ പൊട്ടി വീഴോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് എന്താണ്, ആക്ച്വലി ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് ഓരോ വർഷം കഴിയുമ്പോഴും അതിന്റെ ചെരിവ് കൂടുന്നു എന്ന് റീസെന്റ് ആയിട്ട് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇവിടെ കാണുന്ന ഈ പിക്ചർ ആണ് ലീനിങ് ടവർ. കണ്ടോ? ചെറിയതായിട്ട് അതിനൊരു ചെരിവുണ്ട് അല്ലേ? നേരെ മുകളിലേക്കാണോ? നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ചെരിവുണ്ട്. ഒരുപാട് ചെരിഞ്ഞു നിൽക്കുന്നു എന്നല്ല, പക്ഷെ ആക്ച്വലി എല്ലാ ബിൽഡിങ്ങിനെക്കാളും അതിനൊരു ചെരിവുണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് ലീനിങ് ടവർ ഇൻ ഇറ്റലി. പിസ്സയിലെ ചെരിഞ്ഞ ഗോപുരം എന്ന് പറയാറുണ്ട്. ലീനിങ് ടവർ, ചെരിഞ്ഞ ഗോപുരം. സോ ലീനിങ് ടവർ ഇൻ ഇറ്റലി, ഇറ്റലിയിലാണ് അതുള്ളത്. ദെൻ അത് എഴുതിയല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫോർത്ത്, ഐ ആം ഡാഷ് ഇൻ ഡാഷ്. ഞാൻ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇവിടെയാണ്. The faces of 4 presidents, George Washington, Thomas Jefferson, Theodore Roosevelt and Abraham Lincoln have been carved on me. എന്താണ്? ഇവര് 4 പേരും റിലേറ്റഡ് ആയിട്ടുണ്ട് അല്ലേ? 4 പ്രസിഡന്റ്. ഈ 4 പ്രസിഡന്റുമാര് എവിടെയുള്ള പ്രസിഡന്റുമാരാണ് എന്ന് ഫൗണ്ട് ചെയ്താൽ തന്നെ ഇത് ഏത് കൺട്രി ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ആ മോണ്യുമെന്റിന്റെ പേര് എന്താണ്? എന്താണ് എന്താണ് സൂര്യദേവേ? ഇംഗ്ലണ്ടിലും ബക്കിംഗ്ഹാം പ്ലേസിലും. നോ. ദെൻ ദേവാഞ്ജന കിട്ടിയിട്ടുണ്ടോ മോളെ? ദേവപ്രിയ കിട്ടിയിട്ടുണ്ടോ? നോ. ദെൻ അൽന പറഞ്ഞ മോളെ ഏതാണെന്നുള്ളത്? മൗണ്ട് റഷ്മോർ, USA.
US. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രസിഡൻസ് അല്ലേ, അവരൊക്കെ എന്താണ് US-ൽ ഉണ്ടായിരുന്ന പ്രസിഡൻസ് ആണ്. സോ ഐ ആം മൗണ്ട് റഷ്മോർ, അതിന്റെ പേര് അങ്ങനെയാണ്, മൗണ്ട് റഷ്മോർ. ആൻഡ് മൗണ്ട് റഷ്മോർ ഇൻ USA. The faces of 4 presidents. 4 പ്രസിഡൻസിന്റെ ഫേസസ് ആണ് ഉള്ളത് അല്ലേ. ജോർജ് വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ, തിയോഡോർ റൂസ്വെൽറ്റ് ആൻഡ് അബ്രഹാം ലിങ്കൺ. ഈ 4 പേരുടെയും മുഖമാണ് ഇവിടെ ഇതില് കർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇതില് കൊത്തി വെച്ചിട്ടുള്ളത് അല്ലേ, ഈ മൊണ്യൂമെന്റില്. മൗണ്ട് റഷ്മോർ അതൊരു മൗണ്ട് ആണല്ലേ, ഒരു മൗണ്ടെയിൻ ആണ്, ഒരു വലിയ മൗണ്ടെയിൻ ആണത്. അതിന്റെ പുറത്ത് എന്താണ് 4 ആളുകളുടെ മുഖമുണ്ട്. ഫേസസ് ഓഫ് 4 presidents. 4 പ്രസിഡൻസിന്റെ മുഖമാണുള്ളത് അല്ലേ. ഈ പിക്ചർ നോക്കൂ, ദാ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അതിന്റെ പിക്ചർ ഉണ്ട് അല്ലേ. 4 പ്രസിഡന്റുമാരാണത്. ആരൊക്കെയാണ്? ജോർജ് വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ, തിയോഡോർ റൂസ്വെൽറ്റ് ആൻഡ് അബ്രഹാം ലിങ്കൺ. These 4 USA presidents. ഇവര് 4 പേരും US-ലെ പ്രസിഡന്റ്സ് ആയിരുന്നു. അവരുടെ മുഖമാണ് ഇവിടെ ഈ മൗണ്ട് റഷ്മോർ. മൗണ്ട് ആണ് അല്ലേ, ഇതൊരു മൗണ്ടെയിൻ ആണ്. മൗണ്ട് റഷ്മോറില് കൊത്തി വെച്ചിട്ടുള്ളത്. So the last one, നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. Only 1 minute is there. And I am the dash in London in dash. I am the residence of the Queen of England. ഇംഗ്ലണ്ടിലെ ക്യൂനിന്റെ, ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ രാജ്ഞിയുടെ റെസിഡൻസ് ആണത്, താമസ സ്ഥലമാണ്. and അതിന്റെ പേരെന്താണ്? So we know that that's a queen's residence because of it's a palace. അതൊരു രാജ്ഞി താമസിക്കുന്ന, ഒരു രാജകുമാരിയുടെ താമസ സ്ഥലം ആവുമ്പോൾ തന്നെ അത് എന്തായിരിക്കും, ഒരു പാലസ് ആയിരിക്കും. Sure, it's a palace. അതൊരു കൊട്ടാരമായിരിക്കും അല്ലേ. അപ്പൊ ഏതാണ് അതിന്റെ പേര് എന്നുള്ളതാണ്. ഏതാണ് മോനെ? ദേവപ്രിയ പറഞ്ഞ മോളെ, പെട്ടെന്ന്, നമ്മുടെ ടൈം ഇപ്പൊ കട്ടാവും, കഴിഞ്ഞു. ആ, ബക്കിംഗ്ഹാം പാലസ്, ഇംഗ്ലണ്ട്. ബക്കിംഗ്ഹാം പാലസ്, ഇംഗ്ലണ്ട്. I am the Buckingham Palace, residence of the Queen of England. ഇംഗ്ലണ്ടിലെ രാജകുമാരി താമസിക്കുന്ന, രാജ്ഞി താമസിക്കുന്ന സ്ഥലമാണല്ലേ. So it's a palace. അതുകൊണ്ട് തന്നെ അതൊരു കൊട്ടാരമാണ്. So which palace is that? Buckingham Palace in England. Okay. ലണ്ടനിലെ, ഇംഗ്ലണ്ടില് ബക്കിംഗ്ഹാം പാലസ് ആണത്. ഇംഗ്ലണ്ടിലെ രാജകുമാരിയുടെ റെസിഡൻസ് ആണത്. അവർ താമസിക്കുന്ന പ്ലേസ് ആണ് ബക്കിംഗ്ഹാം പാലസ്, ഇംഗ്ലണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞു ഈഫിൾ